ഇന്ന് നമ്മൾ വളരെ സവിശേഷമായ ചില സ്രോതസ്സുകളിലൂടെയാണ് കടന്നുപോകാൻ പോകുന്നത്. അതെ, കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിലെ 1213 മുതൽ 1228 വരെയുള്ള ഖണ്ഡികകളാണ് നമ്മളിന്ന് വിശദമായി പരിശോധിക്കുന്നത്. ഈ പുസ്തകം മാമോദീസ എന്ന കൂദാശയെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ഇതൊരു കേവലം ചടങ്ങ് എന്നതിലുപരി എങ്ങനെയാണ് ആത്മീയ ജീവിതത്തിലേക്കുള്ള ഒരു വാതിലായി കണക്കാക്കപ്പെടുന്നത് എന്ന് ഈ സ്രോതസ്സുകൾ പറയുന്നുണ്ട്. ആ വാതിൽ എന്ന പ്രയോഗം വളരെ പ്രധാനപ്പെട്ടതാണ്. ശരി, നമുക്കിതൊന്ന് വിശദമായി പരിശോധിക്കാം. ഈ കർമ്മത്തിന്റെ ചരിത്രപരമായ അർത്ഥതലങ്ങളിലേക്ക് നമുക്കൊന്ന് ഇറങ്ങിച്ചെല്ലാമല്ലേ? തീർച്ചയായും. ഈ വിഷയത്തെ അതിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ തലത്തിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. ഈ വാക്കിന്റെ ഉത്ഭവം എവിടെ നിന്നാണ് എന്ന് നോക്കുന്നത് വളരെ രസകരമാണ്. പഴയ ഗ്രീക്ക് ഭാഷയിലെ ബാപ്റ്റിസൈൻ എന്ന പദത്തിൽ നിന്നാണ് ഇത് രൂപപ്പെട്ടത്. ബാപ്റ്റിസൈൻ, അതായത് ഇതിനർത്ഥം വെള്ളത്തിൽ മുങ്ങുക എന്നാണോ? അതെ, പൂർണ്ണമായും വെള്ളത്തിൽ താഴുക എന്നാണ്. കേവലം കുറച്ച് വെള്ളം തളിക്കുക എന്നതിനപ്പുറം ഒരാൾ പൂർണ്ണമായും വെള്ളത്തിന്റെ അടിയിലേക്ക് പോകുന്നതിനെയാണ് ആദിമകാലത്ത് ഈ വാക്ക് അർത്ഥമാക്കിയിരുന്നത്. അപ്പോൾ ആ പൂർണ്ണമായ മുങ്ങലിന് വലിയൊരു പ്രതീകാത്മകതയുണ്ടല്ലേ? വെറുതെ ഒരാളെ വെള്ളത്തിൽ മുക്കുന്നതല്ല. അവിടെയാണ് ഇതിന്റെ കാതലിരിക്കുന്നത്. വെള്ളത്തിലേക്കുള്ള ഈ മുങ്ങൽ എന്നത് ഒരു വ്യക്തി ക്രിസ്തുവിന്റെ മരണത്തിൽ പങ്കുചേരുന്നതിനെയാണ് സൂചിപ്പിക്കുന്നത്. ഒരാൾ വെള്ളത്തിലേക്ക് താഴേക്ക് പോകുമ്പോൾ അയാളുടെ പഴയ വ്യക്തിത്വം അല്ലെങ്കിൽ ആ പഴയ മനുഷ്യൻ അവിടെ മരിക്കുകയാണ്. അതായത് പഴയതെല്ലാം കഴുകിക്കളയുന്നു. അതെ, തുടർന്ന് വെള്ളത്തിൽ നിന്ന് മുകളിലേക്ക് വരുമ്പോൾ അവിടെ നിന്നും തികച്ചും പുതിയൊരു സൃഷ്ടിയായി അവൻ ഉയർത്തെഴുന്നേൽക്കുന്നു എന്നാണ് ഇതിലൂടെ അർത്ഥമാക്കുന്നത്. എന്താ പറയുക, അതൊരു വലിയ മാറ്റമാണ്. ഇവിടെ ഏറ്റവും കൗതുകകരമായ കാര്യം എന്തെന്നാൽ ഈ രേഖകൾ ഇതിനെ കേവലം ഒരു സ്നാനം എന്ന് മാത്രമല്ല വിളിക്കുന്നത്. ഇന്നെ എന്തൊക്കെയാണ്? ഇതിനെ പരിശുദ്ധാത്മാവിനാലുള്ള നവീകരണത്തിന്റെയും പുനർജനനത്തിന്റെയും കഴുകൽ എന്നും വിളിക്കുന്നുണ്ട്. അതായത് ജലത്തിലൂടെയും ആത്മാവിലൂടെയുമുള്ള ഒരു പുതിയ ജനനം. ഇതിന് പ്രകാശനം എന്നും വിശേഷിപ്പിക്കുന്നു. പ്രകാശനം, അത് വളരെ മനോഹരമായൊരു വാക്കാണ്. അതെ, കാരണം അന്ധകാരത്തിൽ നിന്ന് പുതിയൊരറിവിലേക്കും വെളിച്ചത്തിലേക്കും ഒരാൾ ഉണരുന്ന അവസ്ഥയെയാണ് അത് സൂചിപ്പിക്കുന്നത്. കൃത്യം. ഈ സ്രോതസ്സുകൾ വായിക്കുമ്പോൾ വിശുദ്ധ ഗ്രിഗോറി നസിയാൻസന്റെ വളരെ മനോഹരമായൊരു വിവരണം ഞാൻ കണ്ടു. അദ്ദേഹം ഇതിനെ പല പേരുകളിലും വിളിക്കുന്നുണ്ടല്ലേ? അതെ, നിങ്ങൾക്ക് കേൾക്കാൻ വേണ്ടി ഞാനതൊന്ന് പങ്കുവയ്ക്കാം. അദ്ദേഹം ഈ കൂദാശയെ പല പേരുകളിലാണ് വിളിക്കുന്നത്. കേൾക്കുമ്പോൾ തന്നെ നമുക്കതിൻ്റെ ഒരു ഭംഗി മനസ്സിലാവും. അദ്ദേഹം ഇതിനെ ദാനം എന്ന് വിളിക്കുന്നു. കാരണം സ്വന്തമായി ഒന്നും കൊണ്ടുവരാത്തവർക്കാണ് ഇത് നൽകപ്പെടുന്നത്. അത് വളരെ ശ്രദ്ധേയമായൊരു നിരീക്ഷണമാണ്. സ്വന്തമായി ഒന്നും നേടാനില്ലാത്ത അവസ്ഥയിൽ ഒരാൾക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ സമ്മാനമാണ് ആ ദാനം എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് മാത്രമല്ല, അദ്ദേഹം ഇതിനെ കൃപ എന്നും പറയുന്നുണ്ട്. കാരണം സ്വന്തം പ്രവൃത്തികൾ കൊണ്ട് അയോഗ്യരായവർക്കും കുറ്റക്കാർക്കും പോലും ഇത് സൗജന്യമായി ലഭിക്കുന്നു. ശരിയാണ്. പിന്നെ ഇതിനെ വസ്ത്രമെന്നും വിളിക്കുന്നുണ്ട്. കാരണം അത് നമ്മുടെ ലജ്ജയെ മറയ്ക്കുന്നു. നമ്മുടെ ലജ്ജയെ മറയ്ക്കുന്ന വസ്ത്രം എന്ന രൂപകം തന്നെ നോക്കൂ. മനുഷ്യൻ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത് മറ്റുള്ളവരുടെ മുന്നിൽ അപമാനിതനാകുന്നതിനെയാണ്. തീർച്ചയായും. അവിടെയാണ് ഈ ആത്മീയ വസ്ത്രം അവർക്ക് വലിയൊരു സംരക്ഷണം നൽകുന്നത്. കൂടാതെ അദ്ദേഹം ഇതിനെ സ്നാനമെന്നും വിളിക്കുന്നു. കാരണം അത് പാപങ്ങളെ കഴുകിക്കളയുന്നു. ഈ പേരുകളെല്ലാം ഈ ഒറ്റ കർമ്മത്തിന്റെ വ്യത്യസ്ത മാനങ്ങളെയാണ് നമ്മളോട് പറയുന്നത്. അതെ, എനിക്ക് തോന്നുന്നു പുരാതന കാലത്തെ ആളുകൾ ഇതിനെ വളരെ വൈകാരികമായാണ് കണ്ടിരുന്നതെന്ന്. വെറുമൊരു ചടങ്ങായിരുന്നില്ല അവർക്കത്. സമൂഹത്തിൽ നിന്നും മാറ്റി നിർത്തപ്പെട്ടവർക്കും തെറ്റുകൾ ചെയ്തവർക്കും ഇതൊരു വലിയ ആശ്വാസമായിരുന്നു. സ്വീകരിക്കപ്പെടുക, ക്ഷമിക്കപ്പെടുക, സംരക്ഷിക്കപ്പെടുക, ശുദ്ധീകരിക്കപ്പെടുക, ഈ 4 വലിയ ആശയങ്ങളാണ് ഗ്രിഗറി നാസിയാൻസൻ ഈ വാക്കുകളിലൂടെ വ്യക്തമാക്കുന്നത്. അതെ, മനുഷ്യന്റെ അടിസ്ഥാനപരമായ വൈകാരിക ആവശ്യങ്ങളെയാണ് പ്രതിനിധീകരിക്കുന്നത്, അല്ലേ? അതെ അതെ. ഇവിടെയാണ് കാര്യങ്ങൾ ശരിക്കും രസകരമാകുന്നത്. ലോകത്തിന്റെ തുടക്കം മുതൽ ജലം എങ്ങനെയാണ് ജീവന്റെയും ഒപ്പം തന്നെ മരണത്തിന്റെയും പ്രതീകമായി മാറുന്നതെന്ന് ഈ രേഖകളിൽ വളരെ വിശദമായി പറയുന്നുണ്ട്. അതെ, പഴയ നിയമത്തിലെ ജലത്തിന്റെ ചരിത്രം ശരിക്കും ഒരു വലിയ ഇതിഹാസ കഥ പോലെയാണ് എനിക്ക് തോന്നിയത്. നമുക്കിതിനെ കുറച്ചുകൂടി വിശാലമായ അർത്ഥത്തിൽ നോക്കിയാൽ ഈ വിശ്വാസത്തിലെ ഈ കർമ്മം പെട്ടെന്നൊരു ദിവസം ആകാശത്ത് നിന്ന് പൊട്ടിവീണ ഒന്നല്ല എന്ന് മനസ്സിലാക്കാം. ശരിയാണ്.
മനുഷ്യ ചരിത്രത്തിലുടനീളം ഇതിന്റെ പല സൂചനകളും നമുക്ക് കാണാൻ സാധിക്കും. പ്രധാനമായും ഈ സ്രോതസ്സിൽ പഴയ നിയമത്തിലെ 4 വലിയ ചരിത്ര സംഭവങ്ങളെ ഇതിലേക്ക് ബന്ധിപ്പിക്കുന്നുണ്ട്. ഏതൊക്കെയാണ് ആ സംഭവങ്ങൾ? ഒന്നാമതായി സൃഷ്ടിയുടെ ആരംഭം തന്നെ നോക്കാം. ഉൽപ്പത്തി പുസ്തകത്തിൽ പറയുന്നത് ഭൂമി രൂപമില്ലാത്ത ശൂന്യതയായിരുന്നുവെന്നും ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിനു മീതെ ചലിച്ചുകൊണ്ടിരുന്നു എന്നുമാണ്. അവിടെ ജലം വെറുമൊരു ദ്രാവകമല്ല, ജീവന്റെ അടിസ്ഥാന ഉറവിടമാണ്, അല്ലേ? സർവ്വചരാചരങ്ങൾക്കും ജീവൻ നൽകുന്ന ഒരു വലിയ ഗർഭപാത്രം പോലെയാണ് അവിടെ ജലത്തെ ചിത്രീകരിച്ചിരിക്കുന്നത്. കൃത്യമായി പറഞ്ഞാൽ അങ്ങനെ തന്നെയാണ്. ആ ജീവന്റെ ഉറവിടത്തിൽ നിന്ന് തുടങ്ങി പിന്നീടത് വലിയൊരു വിനാശമായി മാറുന്നതും നമ്മൾ കാണുന്നുണ്ട്. അതായത് രണ്ടാമത്തെ സംഭവം. അതെ. അടുത്ത വലിയ സംഭവമായ നോഹയുടെ പെട്ടകം നോക്കൂ. സൃഷ്ടിയിൽ ജീവൻ നൽകിയ അതേ വെള്ളം തന്നെ പിന്നീട് ലോകത്തെ നശിപ്പിക്കാൻ കാരണമാകുന്നു. പ്രളയത്തിന്റെ ആ ഇരമ്പൽ മനുഷ്യന് എക്കാലത്തും വലിയൊരു ഭയമാണ്. വലിയ പ്രളയത്തിലെ വെള്ളത്തിലൂടെ 8 പേർ രക്ഷപ്പെട്ട സംഭവം പാപത്തിന്റെ അവസാനത്തെയും നന്മയുടെ ഒരു പുതിയ തുടക്കത്തെയും സൂചിപ്പിക്കുന്നുവെന്നാണ് രേഖകൾ പറയുന്നത്. അതെ. അത് ചിന്തിക്കുമ്പോൾ ശരിക്കും അത്ഭുതം തോന്നും. പ്രളയജലം പഴയതിനെ മുഴുവൻ നശിപ്പിക്കുകയും എന്നാൽ പേടകത്തിലുണ്ടായിരുന്ന പുതിയതിനെ സംരക്ഷിക്കുകയും ചെയ്തു. അതായത് വെള്ളം ഒരേ സമയം നാശവും രക്ഷയുമാകുന്നു. അതാണ് ജലത്തിന്റെ ഏറ്റവും വലിയ സവിശേഷത. അത് ജീവൻ നൽകുകയും ചെയ്യും, എന്നാൽ അതേസമയം ജീവൻ എടുക്കുകയും ചെയ്യും. ആ ഭയത്തിനപ്പുറത്താണ് രക്ഷയുള്ളത്. അപ്പോൾ മൂന്നാമത്തെ സംഭവമോ? മൂന്നാമത്തെ പ്രധാന സംഭവമെന്ന് പറയുന്നത് ചെങ്കടൽ കടക്കുന്നതാണ്. ഈജിപ്തിലെ ഫറവോയുടെ അടിമത്തത്തിൽ നിന്നുള്ള ഇസ്രായേൽക്കാരുടെ മോചനമാണിത്. ആ രംഗമൊന്ന് മനസ്സിൽ കണ്ടു നോക്കൂ. പിന്നിൽ പാഞ്ഞെടുക്കുന്ന ഫറവോയുടെ സൈന്യം, മുന്നിൽ ഇരമ്പിയാർക്കുന്ന ചെങ്കടൽ. ആ ഭയാനകമായ അവസ്ഥയിൽ കടൽ രണ്ടായി പിളരുകയും അവർ അതിലൂടെ നടന്നു പോകുകയും ചെയ്യുന്നു. അതൊരു വലിയ വിമോചനത്തിന്റെ നിമിഷമാണ്. അടിമത്തത്തിൽ നിന്ന് സ്വാതന്ത്ര്യത്തിലേക്കുള്ളൊരു യാത്ര. ഇത് ഈ സ്നാനത്തിലൂടെ മനുഷ്യന് ലഭിക്കുന്ന സ്വാതന്ത്ര്യത്തിന്റെ ഏറ്റവും വലിയ പ്രതീകമായിട്ടാണ് സഭ കാണുന്നത്. ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക്. അതെ, അടിമത്തത്തിൽ നിന്ന് സ്വാതന്ത്ര്യത്തിലേക്ക്. അപ്പോൾ ആ വെള്ളത്തിലൂടെയുള്ള യാത്ര ഒരു പാലം കടക്കുന്നത് പോലെയാണ്. പഴയ ജീവിതത്തിൽ നിന്ന് പുതിയ ജീവിതത്തിലേക്കുള്ള പാലം. ശരിയാണ്. ഇനി നാലാമത്തെ സംഭവം കൂടി പറയാം. പറയൂ. ഈ സ്രോതസ്സുകളിൽ പറയുന്ന നാലാമത്തെ സംഭവം ജോർദാൻ നദി കടക്കുന്നതാണ്. അബ്രഹാമിന്റെ പിൻഗാമികൾ അവർക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട ദേശത്തേക്ക് പ്രവേശിക്കുന്നത് ജോർദാൻ നദി കടന്നുകൊണ്ടാണ്. മരുഭൂമിയിലെ നീണ്ട അലച്ചിലുകൾക്ക് ശേഷം അവരൊരു പുതിയ ദേശത്തേക്ക് കാലെടുത്തു വയ്ക്കുന്നു, അല്ലേ? അതെ. ഇത് നിത്യജീവന്റെ പ്രതീകമായി മാറുന്നു. ഈ 4 സംഭവങ്ങളും കേൾക്കുമ്പോൾ ഒരു കാര്യം വ്യക്തമാണ്: ജലം എപ്പോഴും വലിയ മാറ്റങ്ങളുടെ ഒരു മാധ്യമമാണ്. തീർച്ചയായും. എന്നിരുന്നാലും ഈ രേഖകളിൽ നമ്മളെ ചിന്തിപ്പിക്കുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട്. കടലിലെ വെള്ളം മരണത്തിന്റെയും അതുവഴി കുരിശിന്റെയും പ്രതീകമായി മാറുന്ന ഒരു വൈരുദ്ധ്യം ഇതിൽ പറയുന്നുണ്ട്. ജീവൻ നൽകുന്ന അതേ വെള്ളം തന്നെ വലിയ ഭയവും മരണവും നൽകുന്ന ഒന്നായി മാറുന്നുവെന്നത് വലിയൊരു ചിന്താവിഷയം തന്നെയാണ്. കടൽ മനുഷ്യനെപ്പോഴും ഒരു പ്രഹേളികയാണ്. അതെ. അതിന്റെ ആഴങ്ങൾ നമുക്ക് അജ്ഞാതമാണ്. ആഴങ്ങളിലേക്കുള്ള യാത്ര മരണത്തിന് തുല്യമാണ്. അതുകൊണ്ടാണ് സ്നാനസമയത്ത് വെള്ളത്തിൽ പൂർണ്ണമായി മുങ്ങുന്നത് ക്രിസ്തുവിന്റെ കുരിശുമരണത്തിലുള്ള പങ്കുചേരലായി കണക്കാക്കുന്നത്. അതായത് പഴയ മനുഷ്യന്റെ മരണം. അതെ. വെള്ളത്തിനടിയിലേക്ക് പോകുമ്പോൾ ഒരാൾ പ്രതീകാത്മകമായി മരിക്കുകയാണ്, ശവകുടീരത്തിലേക്ക് ഇറങ്ങുകയാണ്. അവിടെ നിന്ന് മുകളിലേക്ക് വരുമ്പോൾ അവൻ ജീവനിലേക്ക് തിരികെ വരുന്നു. മരണം വഴി ജീവനിലേക്ക് കടക്കുന്ന ഒരു വലിയ പ്രക്രിയയാണിത്. കൃത്യമായി പറഞ്ഞു. അപ്പോൾ ഇതിന്റെ എല്ലാം യഥാർത്ഥ അർത്ഥമെന്താണ്? പഴയ നിയമത്തിലെ ഈ പ്രതീകങ്ങളെല്ലാം അവിടെ നിൽക്കട്ടെ, പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഈ പഴയ പ്രതീകങ്ങൾക്കെല്ലാം യഥാർത്ഥത്തിൽ എന്ത് സംഭവിക്കുന്നു? പുതിയ നിയമത്തിലെത്തുമ്പോഴാണ് ഈ പ്രതീകങ്ങളെല്ലാം പൂർണ്ണതയിലെത്തുന്നത്. പഴയ നിയമത്തിലെ ഈ സൂചനകളെല്ലാം ക്രിസ്തുവിൽ പൂർത്തിയാകുന്നു എന്നാണ് സ്രോതസ്സുകൾ പറയുന്നത്. യേശുക്രിസ്തു തന്റെ പരസ്യജീവിതം ആരംഭിക്കുന്നത് തന്നെ യോഹന്നാൻ സ്നാപകനിൽ നിന്ന് ജോർഡാൻ നദിയിൽ വെച്ച് സ്നാനം സ്വീകരിക്കുന്നതോടാണ്. ഇവിടെ എനിക്കൊരു സംശയം തോന്നി. പാപങ്ങൾ കഴുകിക്കളയാനാണ് സ്നാനമെങ്കിൽ പാപങ്ങളില്ലാത്ത യേശുവിന് എന്തിനാണ് ഈ സ്നാനം? അത് നല്ലൊരു ചോദ്യമാണ്. സ്രോതസ്സുകൾ ഇതിനെ എങ്ങനെയാണ് വിശദീകരിക്കുന്നത്? ഇത് കേൾക്കുന്ന ആർക്കും തോന്നാവുന്നൊരു സംശയമാണിത്. വളരെ പ്രസക്തമായൊരു ചോദ്യമാണത്. അവിടെയാണ് യേശുവിന്റെ സ്വയം ശൂന്യവൽക്കരണം നമ്മൾ കാണുന്നത്. തനിക്കിതിന്റെ ആവശ്യമില്ലെങ്കിലും സാധാരണ മനുഷ്യരുടെ കൂടെ നിൽക്കാനും അവരുടെ പാപങ്ങൾ സ്വയം ഏറ്റെടുക്കാനും വേണ്ടിയാണ് അദ്ദേഹം ആ സ്നാനം സ്വീകരിച്ചത്. അതായത് അവരിൽ ഒരാളായി മാറാൻ. അതെ.
എല്ലാ നീതിയും പൂർത്തിയാക്കാൻ വേണ്ടിയാണ് താൻ ഇത് ചെയ്യുന്നത് എന്ന് യേശു തന്നെ പറയുന്നുണ്ട്. ആ സമയത്ത് പഴയ സൃഷ്ടിക്ക് മുകളിൽ ചലിച്ചിരുന്ന അതേ ആത്മാവ് ഒരു പുതിയ സൃഷ്ടിയുടെ തുടക്കമെന്നോണം യേശുവിന്റെ മേൽ ഇറങ്ങിവരുന്നു. അത് ചരിത്രത്തിലെ വലിയൊരു വഴിത്തിരിവാണ്. അത് വളരെ മനോഹരമായൊരു ചിത്രമാണ്. തീർച്ചയായും. ഈ പഠനരേഖകളിൽ വിശുദ്ധ അംബ്രോസിന്റെ ഒരു ഉദ്ധരണിയുണ്ട്. അത് വായിച്ചപ്പോൾ എനിക്ക് ശരിക്കും അത്ഭുതം തോന്നി. യേശുവിന്റെ കുരിശുമരണത്തെക്കുറിച്ചാണ് അദ്ദേഹം പറയുന്നത്. അതെ, ആ ഭാഗം വളരെ പ്രധാനപ്പെട്ടതാണ്. യേശു കുരിശിൽ മരിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ വിലാപ്പുറത്തു നിന്നും ഒഴുകിയ രക്തവും വെള്ളവുമാണ് ഈ സ്നാനത്തിന്റെയും കുർബാനയുടെയും യഥാർത്ഥ ഉറവിടമെന്ന് അദ്ദേഹം പറയുന്നു. നിങ്ങൾ എവിടെയാണ് സ്നാനമേൽക്കുന്നതെന്ന് നോക്കൂ. ക്രിസ്തുവിന്റെ കുരിശിൽ നിന്നല്ലെങ്കിൽ പിന്നെ എവിടെ നിന്നാണ് ഈ ജലം വരുന്നത് എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. കുരിശിലെ മരണമാണ് യഥാർത്ഥത്തിൽ ഈ പുതിയ ജീവന്റെ ഉറവിടമെന്നാണ് ആ വാക്കുകളുടെ അർത്ഥം. കേവലം ഒരു നദിയിലെ വെള്ളമല്ല മനുഷ്യനെ ശുദ്ധീകരിക്കുന്നത്, മറിച്ച് കുരിശിലൊഴുകിയ രക്തവും വെള്ളവുമാണ്. ശരിയാണ്. ഇനി നമുക്ക് ആദിമസഭയുടെ ചരിത്രത്തിലേക്ക് വന്നാൽ പെന്തക്കോസ്ത് ദിവസം മുതൽ സഭ ഇതെങ്ങനെ പ്രാവർത്തികമാക്കി എന്ന് കാണാം. ആദിമസഭയ്ക്ക് ഇതൊരു വലിയ ദൗത്യമായിരുന്നു. വിശ്വാസം പ്രഖ്യാപിക്കുന്നതിന്റെ ഏറ്റവും വലിയ അടയാളമായത് മാറിയല്ലേ? അതെ അതെ. ആദിമസഭയുടെ കാര്യം പറയുമ്പോൾ പത്രോസിന്റെ പ്രസംഗം കേട്ട ആളുകൾ സ്നാനം സ്വീകരിക്കുന്ന ഭാഗം രേഖകളിൽ എടുത്തു പറയുന്നുണ്ട്. അത് വളരെ ആവേശകരമായ ഒരു ചരിത്ര മുഹൂർത്തമാണ്. അപ്പോസ്തലന്മാരുടെ പ്രവർത്തനങ്ങൾ എന്ന പുസ്തകത്തിൽ പത്രോസ് ജനങ്ങളോട് വളരെ വ്യക്തമായി പറയുന്നുണ്ട്, നിങ്ങൾ പശ്ചാത്തപിക്കുവിൻ, നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തരും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽക്കുവിൻ, അപ്പോൾ നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിനെ ദാനമായി ലഭിക്കും എന്ന്. പശ്ചാത്താപവും സ്നാനവും എങ്ങനെ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ഇതിൽ കാണാം. അതെ. അതുപോലെ തന്നെ പൗലോസ് അപ്പോസ്തലൻ ഫിലിപ്പിയിലെ ജയിലറുമായി സംസാരിക്കുന്ന ഭാഗവും വളരെ പ്രധാനപ്പെട്ടതാണ്. പൗലോസ് ജയിലറോട് പറയുന്ന വാക്കുകൾ സ്രോതസ്സിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട്. കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, നീയും നിന്റെ കുടുംബവും രക്ഷിക്കപ്പെടും എന്ന്. അത് കേട്ടയുടനെ തന്നെ ആ ജയിലറും കുടുംബവും സ്നാനം സ്വീകരിച്ചു എന്നാണ് ചരിത്രം പറയുന്നത്. വിശ്വാസവും ഈ കൂദാശയും തമ്മിലുള്ള അഭേദ്യമായ ബന്ധമാണ് ഇത് കാണിക്കുന്നത്. ഒരാൾ വിശ്വസിക്കാൻ തയ്യാറാകുന്ന ആ നിമിഷം തന്നെ അയാൾ പുതിയ മനുഷ്യനായി മാറാൻ ആഗ്രഹിക്കുന്നു. ഈ കൂദാശയുടെ പൂർണ്ണമായ അർത്ഥം വിശദീകരിക്കാൻ വിശുദ്ധ അഗസ്റ്റ്യൻ പറഞ്ഞ ഒരു കാര്യം കൂടി ഈ രേഖകളിലുണ്ട്. എന്താണിത്? നമ്മൾ ഇത്രയും നേരം പറഞ്ഞ കാര്യങ്ങളുടെ ഒരു വലിയ തത്വശാസ്ത്രപരമായ വിശദീകരണമാണത്. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: ഭൗതികമായ ഒരു വസ്തുവിലേക്ക്, അതായത് ഇവിടെ ജലം എന്ന വസ്തുവിലേക്ക് ദൈവവചനം കടന്നുവരുമ്പോൾ അതൊരു കൂദാശയായി മാറുന്നു. അതൊന്ന് എളുപ്പത്തിൽ വിശദീകരിക്കാമോ? അതായത് നമ്മൾ ദിവസവും കുടിക്കാനും കുളിക്കാനും ഉപയോഗിക്കുന്ന വെറും സാധാരണ വെള്ളം, പക്ഷേ ആ വെള്ളത്തിലേക്ക് ഒരു വലിയ വചനവും വിശ്വാസവും ചേരുമ്പോൾ അതിന് വലിയൊരു ശക്തി കൈവരുന്നുവെന്നാണോ അതിനർത്ഥം? അത് തന്നെയാണ് ഇതിലെ ഏറ്റവും വലിയ തത്വം. കേവലം പ്രകൃതിദത്തമായ വെള്ളം സ്വന്തമായി ഒന്നും ചെയ്യുന്നില്ല. എന്നാൽ അതിലേക്ക് ദൈവത്തിന്റെ വചനവും മനുഷ്യന്റെ ശക്തമായ വിശ്വാസവും ചേരുമ്പോൾ അതൊരു ആത്മീയ ഉപകരണമായി മാറുന്നു.